ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ മലയാളത്തിലേക്ക് നമുക്കൊരു പുതിയൊരു സംവിധായകനെ കൂടി കിട്ടുകയാണ്. പോലീസ് ഡേ എന്ന സിനിമയിലെ സംവിധായകനും GST അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായ സന്തോഷ് മോഹൻ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സാർ, ഇപ്പോൾ ഈ പോലീസ് ഡേ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ് സാർ? സാഹചര്യം ഞാൻ യഥാർത്ഥത്തിലൊരു 10-20 വർഷം കൊണ്ട് സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞാൻ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിലവിൽ GST ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പഠനങ്ങളിലായിരുന്നു. അതിനുശേഷം ഇപ്പം AST ആയതിനു ശേഷം ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊരു ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ട് സദാനന്ദ സിനിമാസ് എന്നെ വിളിക്കുകയും ഒരു കഥ എൻ്റെത് പറയുകയും ചെയ്തു. നമുക്കൊരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നല്ലോ. അങ്ങനെ ഞാനത് ഓക്കെ പറഞ്ഞു. പക്ഷെ അവർ കൊണ്ടുവന്ന കഥ എനിക്ക് ആപ്റ്റായിരുന്നില്ല. ഫസ്റ്റ് കഥ അത് നമ്മുടെ ഇന്ദ്രൻസിനെ വെച്ച് ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്ദ്രൻസിനെ പോയി കണ്ട് പുള്ളി അത് ഓക്കെ പറഞ്ഞതിന് കഥ എനിക്ക് അങ്ങോട്ട് ശരിയാവാത്ത കണ്ടീഷനിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ഒരു കഥ പറയുകയും അത് നമ്മുടെ മനോജ് IG എന്നെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി ഒരു സ്ക്രിപ്റ്റാക്കി തരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ സിനിമയിലേക്ക് പോകുന്നത്. ഇപ്പോൾ സാർ ഈ കഥ പറഞ്ഞല്ലോ, അപ്പോൾ സാറിന് ഏത് തരത്തിലുള്ള കഥകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ക്രൈം ആണോ? എനിക്ക് ക്രൈം ആണ് ഇഷ്ടം. പോലീസ് കഥകളോടാണ് എനിക്ക് താല്പര്യം. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു IPS ഓഫീസർ ആവുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഒരു നിലവിലൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്പ്. അപ്പം എനിക്ക് ഒരിക്കലും പോലീസിലോട്ട് പോകാൻ പറ്റും. എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് പോലീസ് ആവുകയും ഒരു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവുക എന്നുള്ളതാണ്. ഇത് രണ്ടും ബേസിക്കലി എനിക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് ശാരീരികപരമായ വിഷയങ്ങളുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ അതൊരു തീവ്രമായി കിടന്നു. അങ്ങനെയാണ് ഈ പോലീസ് കഥയും. അപ്പം ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലുകൾ എന്ന് പറഞ്ഞാൽ ഉമാദത്തൻ സാറിൻ്റെ കഥകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ അങ്ങനെ ക്രൈം നോവലുകളാണ് വായിക്കുന്നത് കൊച്ചിലെ മുതൽ. അങ്ങനെ സ്വാഭാവികമായിട്ട് എനിക്ക് അതിനോടൊരു താല്പര്യം വരികയും അങ്ങനെ അത് തന്നെ സിനിമ ആക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കഥകൾ എനിക്ക് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഉണ്ട്. പക്ഷെ ഇപ്പം തുടക്കം എന്ന നിലയ്ക്ക് ഈ ഒരു കഥ എടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. സാർ, ഈ കലാപരമായിട്ട് ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? സ്കൂൾ കാലഘട്ടത്തിൽ നമുക്കത് 5ാം ക്ലാസ് മുതലാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾ, അഭിനയ കളരികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത്. 4ാം ക്ലാസ് വരെ അത് ഇല്ല. അപ്പം 4ാം ക്ലാസ് വരെ ഫിസിക്കലി ആയിട്ടുള്ള ഇത് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം 5ാം ക്ലാസ്സിലെ യൂത്ത് ഫെസ്റ്റിവലിൽ ആദ്യം വരെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഞാൻ തന്നെ കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ശാപം എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അതിൽ ഇപ്പോഴും അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാനത് ഈ സിനിമ പോലീസ് ഡേ സംവിധാനം ചെയ്യാൻ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോഴാണ് അവൻ്റെ അടുത്ത് വട്ടുകാരനാണ് ഷിനു. അപ്പോൾ അവൻ എടുത്ത് വിളിച്ച് പറഞ്ഞാലേ നീ അന്ന് ചെയ്ത ഒരു നാടകമുണ്ട്, അത് ഓർമ്മ ഉണ്ടാന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അത് പറഞ്ഞപ്പോൾ എനിക്ക് അത് യഥാർത്ഥത്തിൽ ഓർമ്മ വന്നു. അങ്ങനെ അതിൽ നമ്മൾ 6-7 കൂട്ടുകാർ ചേർന്ന് അതിൽ അഭിനയിച്ച്. പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ നമ്മൾ ആദ്യത്തെ ഒരു സംരംഭമല്ലേ, നിർഭാഗ്യവശാൽ അത് അവിടെ 12 നാടകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 12ാം സ്ഥാനമായിരുന്നു യഥാർത്ഥത്തിൽ കിട്ടിയത്. പക്ഷെ അതാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ ആയത്. ഞാനത് യഥാർത്ഥത്തിൽ
എൻ്റെ അതിൽ ഒന്നോ രണ്ടോ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ വെച്ച് അവസാനിച്ചു. ഏറ്റവും അവസാനത്തെ സ്ഥാനം 12ാം സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു വാശിയായി. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് 1ാം സ്ഥാനം എത്തിക്കൂടാ എന്നുള്ളൊരു ചിന്ത അവിടെ നിന്ന് ഉടലെടുക്കുകയും പിന്നെ ഞാൻ നാടകങ്ങൾ എഴുതുകയും 9ാം ക്ലാസ്സിൽ ആയപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ അന്നത്തെ അതേ കൂട്ടുകാരെ തന്നെ വെച്ച് നമ്മളൊരു നാടകം അന്ന് ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത് ഒരു നാടകം. അപ്പൊ അതിൽ നമുക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ 10ാം ക്ലാസ്സിൽ ആയപ്പോഴത്തേക്ക് തിരുവാറാട്ടം എന്ന് പറഞ്ഞൊരു നാടകം, അതൊരു വേറെ ആൾ എഴുതിയതാണ്. അതിൽ ഞാൻ തന്നെ ഒരു കർഷകന്റെ റോള് ചെയ്ത് അതിലെനിക്ക് ഏറ്റവും നല്ല അവാർഡ് എനിക്കൊന്ന് കിട്ടിയായിരുന്നു. പക്ഷെ എനിക്കതൊരു പരിമിതി എന്താണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നല്ലൊരു ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കാലിനുള്ള വിഷയം കൊണ്ട് പോളിയോ വന്നിരിക്കുക 4ാമത്തെ വയസ്സിൽ പോളിയോ വന്നൊരു കാലിന് വിഷയമുണ്ട്. അപ്പൊ നമുക്കൊരു നല്ലൊരു ആക്ടറാവാൻ പറ്റത്തില്ല, കാരണം പരിമിതി പോകണം. എന്നാലും എനിക്ക് യോജിച്ച ആ ഒരു വേഷം ആയതുകൊണ്ട് അത് എടുക്കുകയും അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് നമ്മളൊരു സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെച്ചത്. അത് ഇപ്പോൾ സഫലമായി. സാറ് ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ നടനും തിരക്കഥാകൃത്തും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഈ പോലീസ് ഡേ എന്ന് പറയുന്ന സിനിമയിൽ സാർ എന്തെങ്കിലും വേഷം? പോലീസ് ഡേ എന്ന സിനിമയുടെ കഥ, അതിന്റെ ത്രെഡ് ഞാൻ തന്നെയാണ് കൊടുത്തത്. അപ്പോഴൊന്ന് നമ്മളൊരു ഫസ്റ്റിലെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നതിൽ അറിയാം എങ്കിലും അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പരിചയം വേണം, അനുഭവം വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് പരിചയം അനുഭവമുള്ള ഒരാളിനെ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഏൽപ്പിച്ച് പുള്ളി വളരെ നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് എഴുതി തന്നു. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു പോലീസ് കഥയാണ്. അപ്പൊ ഇതിന്റെ ആർട്ടിസ്റ്റുകളെല്ലാം പോലീസ്, ഒരു 80% പോലീസുകാർ ആണ് ഈ സിനിമയിൽ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് ഒരിക്കലും പോലീസ് വേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അല്ലെങ്കിൽ മറ്റു കഥാപാത്രം, അപ്പൊ അത് നമുക്ക് ഷൂട്ടായിട്ടുള്ളൊരു കഥാപാത്രം, ആപ്റ്റായിട്ടുള്ള കഥാപാത്രം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് യോജിച്ചൊരു, അത് എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതെനിക്ക് യോജിച്ചൊരു വേഷം, എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളൊരു വേഷം ഞാൻ അതിൽ എഴുതുന്നുണ്ട്. അപ്പൊ അത് ചെയ്യും. അത് പിന്നെ തീക്കളി എന്ന പേരിൽ നമ്മുടെ ഇപ്പം പൂക്കോട് സർവകലാശാലയിലുള്ള സിദ്ധാർത്ഥിന്റെ ആ കഥ, അതിന്റെ ആ ത്രെഡ് എടുത്തുകൊണ്ടുള്ളൊരു, അത് പൂർണ്ണമായിട്ട് അതേപടി നമ്മൾ ചെയ്യുന്ന കഥയല്ല, അതിന്റെ ത്രെഡ് എടുത്തുകൊണ്ടുള്ളൊരു കഥയാണ് ചെയ്യുന്നത്. ഈ പോലീസ് ഡേ എന്ന് പറയുന്ന സിനിമയിൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് സാർ? കഥാപാത്രങ്ങള് ടിനി ടോം, പിന്നെ നന്ദുന അറിയത്തില്ലേ, നന്ദു, പിന്നെ ഹരീഷ് കണാരൻ, ധർമ്മജൻ, അൻസിബ ഹസനാണ് നായിക, പിന്നെ സൂര്യ എന്ന് പറഞ്ഞ കഴിഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സൂര്യ, പിന്നെ ഒരു ജീവ നമ്പ്യാര്, മൻരാജ്, അവരൊക്കെയാണ് മെയിൻ ആർട്ടിസ്റ്റായിട്ടുള്ളത്. പിന്നെ സേതലക്ഷ്മി ചേച്ചിയുണ്ട്. പാട്ടുകൾ എത്ര പാട്ടുകളാണ്, ആരൊക്കെയാണ്? ഇതിനകത്ത് 4 പാട്ടുകൾ ഉണ്ട്. ഒരു ടൈറ്റിൽ സോങ് ഉൾപ്പെടെ 4 പാട്ട്. അതില് ഒരു പാട്ട് വിജയേശ്വാസ് പാടിയിട്ടുണ്ട്. വിജയേശ്വാസ് പാടിയ പാട്ട് ജോസ് മോത്ത എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. പുള്ളി ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, സിനിമയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളാണ്. ഒരുപാട് നോവലുകളും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ സിനിമയിലേക്ക് ഇതിനു മുമ്പ് വിമലിന്റെ ഒരു സിനിമയിലേക്ക് വേണ്ടി എഴുതി, അത് പാടി എല്ലാം റെക്കോർഡിങ്ങെല്ലാം കഴിഞ്ഞു. പക്ഷെ പുള്ളിയുടെ നിർഭാഗ്യവശാൽ അത് സിനിമയിൽ വന്നില്ല.
അപ്പം എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ എൻ്റെ അടുത്ത് എന്നെ പറഞ്ഞൊരു പാട്ട് എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞു. ആ പാട്ടാണ് വിജയശാസ് പാടിയത്. പിന്നെ ടൈറ്റിൽ സോങ് പുള്ളി തന്നെ എഴുതിയതാണ്. 2 പാട്ട് ഇതിനകത്ത് വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷെ വളരെ തീവ്രമായ പാട്ടാണ് ഈ വിജയശാസ് പാടിയുള്ളൊരു സാഡ് സോങ് ആണ്. അതിൽ നമ്മുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ഒരുപാട് എനിക്കൊന്നും ഇതിനു വേണ്ടി ഞാനൊരു പുള്ളിനെ കൊണ്ട് ഒരു 30ഓളം പാട്ട് എഴുതിപ്പിച്ചു. ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ മാറ്റി മാറ്റി നമ്മള് രാത്രി 2 മണി വരെ നമ്മള് പുള്ളി കൊല്ലത്താണ്, ഉറക്കം കഴിഞ്ഞ് അങ്ങോട്ട് ഫോൺ വിളിച്ച് വരികൾ മാറ്റി തിരിച്ച് ഇതിനു വേണ്ടി അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരു 10 ദിവസത്തോളം ഈ പാട്ടിന് വേണ്ടി അത്രയും സ്ട്രഗിൾ ചെയ്തൊരു പാട്ടാണ്. അത് റിലീസാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. നല്ല പാട്ടാണ്. അത് നല്ല ഫീലിങ്സ് ഉള്ളൊരു പാട്ടാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു പാട്ടുമാണ്. അപ്പം ഞാനത് പുള്ളി ആയതുകൊണ്ടാണ്. നമ്മളൊരു മുൻനിര എഴുത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പുതുമുഖ സംവിധായകനാണ്. നമുക്ക് അത്രയും ഇതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ പുള്ളി ഒരു പുതിയ ആളായതുകൊണ്ടും എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടും പുള്ളിയെ കൊണ്ട് ഞാൻ നിരവധി തവണ എഴുതിപ്പിച്ച് ആണ് അതാക്കിയെടുത്തത്. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു പാട്ട് രാജീവ് ആലങ്കൽ എഴുതിയത്. പുള്ളി 500ഓളം പാട്ടുകൾ എഴുതിയിട്ടുള്ളൊരു സിനിമയിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരാണ്. അത് ജാസി ഗിഫ്റ്റാണ് പാടിയത്. അത് നല്ല പാട്ടാണ്. ഒരു നാടൻ ടച്ചുള്ള പാട്ടാണ്. അത് ജാസി ഗിഫ്റ്റ് പാടി. ജാസി ഗിഫ്റ്റിനും അത് പാടിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുള്ളൊരു പാട്ടാണ് എന്ന് ജാസി ഗിഫ്റ്റും പറഞ്ഞതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫീമെയിൽ സിംഗേഴ്സ് പാടിയ. ഇതിനകത്ത് നമ്മൾ സിനിമയിൽ 4 നായികമാരാണ്. അവർക്ക് വേണ്ടി പാടിയതാണ്. അതിലൊരു പാട്ട് എഴുതിയത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നൊരു ധന്യ സുരേഷ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി എഴുതിയ പാട്ടാണ്. അവക്കുള്ള ആദ്യത്തെ പാട്ടാണ്. ആ കുട്ടി എഴുതിയ പാട്ടാണ്. അത് ഞാൻ അങ്ങനെ എഴുതിപ്പിച്ചതെന്ന് വെച്ചാൽ അതൊരു നമ്മുടെ യൂത്തിന് വേണ്ടി പ്രചോദനം വേണ്ടി അങ്ങനെ യൂത്തിന് വേണ്ടി എഴുതിപ്പിച്ചാണ്. അപ്പൊ അവരുടെ വാക്കുകൾ അവരുടെ കാര്യങ്ങളെല്ലാം ഈ കോളേജ് കുട്ടിയൊക്കെ അറിയാം. അല്ലാതെ ഒരു 10-60 വയസ്സാകാലത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഉള്ളൊരു പാട്ട് എഴുതുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം പുതിയ കുറെ വാക്കുകളുണ്ട്, യൂത്തിൻ്റെതായ വാക്കുകളുണ്ട്. അപ്പം അത് ഈ കുട്ടികൾക്ക് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ നല്ല കഴിവുള്ള കൊച്ചാണ്. ആ കൊച്ചിന് നല്ലൊരു എഴുത്തുകാരിയാണ്. മനസ്സിലായി കഴിവുള്ളൊരു കുട്ടിയാണ്. ആളെ കൊണ്ട് എഴുതിപ്പിച്ചാണ്. അത് പാട്ടതും പ്രതീക്ഷയുള്ള പാട്ട് തന്നെയാണ്. അതിൽ പാടിയേക്കണത് ജോത്സ്ന അറയ്ക്കൽ എന്ന് പറഞ്ഞൊരു ഗായികയാണ്. ജോത്സ്ന ജോസ് അറയ്ക്കൽ. അവര് ആദ്യത്തെ പാട്ട് തന്നെയാണ്. ഈ ജോത്സ്നയുടെ കൂടെ പാടിയത് പൂജ പ്രേം എന്ന് പറഞ്ഞ ഒരു 10-15 വയസ്സായ ഒരു കുട്ടിയാണ്. അവള് ഗിന്നസ് ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയിട്ടുള്ള ഒരു അവാർഡ് ഗിന്നസ് ബുക്കിലൊക്കെ നേടിയിട്ടുള്ളൊരു കുഞ്ഞാണ്. അവർ ശരിക്കും പാടിയിട്ടുണ്ട്. വേറെ വെളിയിലുള്ള ഭാഷകളിലൊക്കെ പാടിയിട്ടുണ്ട്. നല്ല നല്ല കഴിവുള്ളവരാണ്. പക്ഷെ മലയാളത്തിൽ അവസരങ്ങൾ അതിന് കിട്ടിയിട്ടില്ല. അപ്പം അതിനെ കണ്ടെത്തി മലയാളത്തിലേക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഞാൻ ഈ 3 പാട്ട് എഴുതി എനിക്കൊരു ടൈറ്റിൽ സോങ് ഞാൻ തയ്യാറാക്കി വെച്ചാൽ ടൈറ്റിൽ സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ടൈറ്റിൽ സോങ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞൊരു ആൾക്ക് അവസരം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ ടൈറ്റിൽ സോങ് എൻ്റെ മനസ്സിലുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് കിട്ടാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. അപ്പം ഞാൻ എൻ്റെ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു അതുകൊണ്ട് പുതുമുഖങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്
ഒരു ചാൻസിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് അപ്പൊ അവരുടേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം പാട്ട് പാടി എഴുതി പാട്ട് പാടി അത് സംവിധാനം ചെയ്ത് എനിക്ക് കിട്ടിയാൽ അപ്പൊ എൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളും ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. അപ്പം അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും എൻ്റെ ഇതിൽ ടൈറ്റിൽ സോങ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ പുള്ളി ഈ ജോസ് മോഹനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. പക്ഷെ വരികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പാട്ട് പാടി അത് ഒരു ഗൾഫിലിരിക്കുന്ന ഒരാളാണ് പുള്ളി. അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് ഒരു അവസരത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പാട്ട് പാടുന്നതിന് വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് എത്ര ചിലവാണെന്ന് ആലോചിക്കണം. വന്നു പാടി ഒരു ദിവസം പാടി തിരിച്ചുപോയി. അപ്പൊ അത് ബിജു ജോസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഗൾഫിൽ നിന്ന് ഇത് പാടാൻ വേണ്ടി മാത്രം ഇനി വന്ന് പാടിയിട്ട് പോയി. ആ പാട്ട് നിങ്ങൾ റിലീസാകുമ്പോൾ കേട്ടോളൂ, വിലയിരുത്തിക്കോ. ഇപ്പോൾ ഈ പോലീസ് ഡേ എന്ന് പറയുന്ന സിനിമയിൽ സാർ ഒരുപാട് പേർക്ക്, ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, ഒരുപാട് സാർ നേരത്തെ പറഞ്ഞ ആഗ്രഹം, ഒരു അവസരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ സാർ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു നല്ലൊരു കഥ തന്നെ ഉണ്ട്. നല്ലൊരു കഥ എന്താന്ന് വെച്ചാല് ഞാൻ ഈ സിനിമ ഷൂട്ടിംഗ് അന്ന് ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ ഞാൻ പലപ്പോഴും രാത്രി 2 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യം സംവിധാനം ചെയ്യുന്നതുകൊണ്ട് പിറ്റന്നത്തെ ഇത് നമ്മൾ നോക്കി അതിനൊരു ഹോംവർക്ക് ചെയ്ത് ഏതെല്ലാം വിധത്തിൽ അത് ചെയ്യണമെന്നുള്ളൊരു സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പിറ്റന്നത്തെ ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ 2 മണി വരെയൊക്കെ നീളം നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രി 2:30 മണിക്ക് എൻ്റെ മൊബൈൽ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ ഷൂട്ടിങ് ഇപ്പൊ അച്ഛന് വയ്യാതെ കിടക്കണം. അപ്പം നമ്മൾ രാത്രിക്ക് വിളിക്കുമ്പോഴത്തേക്ക് പേടിച്ചാണ് പോയി ഫോൺ എടുക്കണം. അപ്പൊ 2:30 മണിയായപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ബെല്ലടിച്ച് പിന്നെ ഉറക്കച്ചടവെല്ലാം കിടന്ന് 2ാമത്തെ പ്രാവശ്യം വീണ്ടും ബെല്ലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഫോൺ എടുത്തപ്പോഴത്തേക്ക് പത്തനംതിട്ടയിലൊരു പയ്യൻ ഒരു ചാൻസിന് വേണ്ടി വിളിക്കുന്നത്. എനിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഞാൻ അപ്പോഴും ചിന്തിച്ച് ദേഷ്യം വന്നെങ്കിലും ഞാൻ പെട്ടെന്ന് അവനടുത്ത് പ്രകടമാക്കിയില്ല. പ്രകടമാക്കത്തിന് കാരണം എന്ന് വെച്ചാൽ നമ്മള് ഈ ഒരുപാട് അഭിനയിക്കുന്നതിന് വേണ്ടി മറ്റും ഒരുപാട് ആൾക്കാർ ഞാൻ നടക്കുകയാണ്. അപ്പൊ അവരെ ഒരാഗ്രഹം ഞാൻ എടുത്തു കഴിച്ച് നിങ്ങൾ ഈ 2:30 മണിക്ക് നിങ്ങൾ ഒഴിവാക്കി വിടായിരുന്നോ? പകല് എത്രയും സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിൽ വന്നുകൂടായിരുന്നാണ് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു സാറിന് ഷൂട്ടിങ് നടക്കുന്ന സമയമായതുകൊണ്ട് അപ്പോഴും വിളിച്ചാലേ കിട്ടുള്ളൂ, എനിക്ക് മുൻ അനുഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചത് അവൻ്റെ ആ ഒരു തീവ്രമായ അഭിലാഷമാണ്. ഞാൻ പറഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യും, നാളെ വരാൻ പറഞ്ഞു. പിറ്റേന്നൊരികയും ഞാനൊരു വേഷം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് നിനക്ക് ഇതിൽ നല്ലൊരു വേഷം തരാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ലൊരു കഴിവുള്ളൊരു പയ്യനാണ്. നമ്മൾ കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഉണ്ട്, പക്ഷെ അവരെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവരുടേതായ ഈ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ, സ്ഥിരമായി ഇങ്ങനെ ഓരോരുത്തർ ശല്യപ്പെടുത്തുമ്പോഴത്തേക്ക് അവർക്കുള്ള അവസരം കിട്ടുമായിരിക്കും. സാർ ഇപ്പോൾ OTT ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ കുറവായിരിക്കും ആളുകൾ. അപ്പോൾ അത് സിനിമ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സിനിമയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ OTT റിലീസ് യഥാർത്ഥത്തിൽ ഈ കോവിഡിന്റെ സമയത്താണ് ഈ OTT കൂടുതൽ ഇതായിരുന്നു. ആൾക്കാർ തിയേറ്ററിൽ പോകുന്നത് കുറച്ചു എന്നുള്ളതാണ്. പിന്നെ തിയേറ്ററിൽ പോകുന്നത് കുറച്ചതിനുള്ളൊരു മെയിൻ വേറൊരു കാരണം കൊണ്ടുണ്ട്. ഈ കഥാമൂല്യങ്ങളില്ലാത്ത പടങ്ങൾ അങ്ങ് ഒരുപാട് പടങ്ങൾ വരിക, ആൾക്കാർക്ക് പൈസ മുടക്കി അവിടെ പോയി കാണുമ്പോഴത്തേക്കുള്ള ഒരു മൂല്യശോഷണം. പിന്നെ ഇടക്കാലത്ത് വെച്ച് തിയേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ, ഇത് സാഹചര്യങ്ങളും അല്ലാതെ തിയേറ്ററിന്റെ മോശം അവസ്ഥ, ഇതൊക്കെ കൊണ്ട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് അകന്നുപോയി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും
നല്ല പടങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ പോയി തുടങ്ങി. ഈ OTT-യുടെ ഇതിൽ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാർ, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ TV-യിലോ മൊബൈലിലോ കാണാൻ താല്പര്യം കാണത്തില്ല. കാരണം ഒരു നല്ലൊരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു സിനിമയുടെ യഥാർത്ഥ ഒരു ഫീലിങ്സ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. മൊബൈലിലൂടെയോ TV-യിലൂടെയോ കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. പിന്നെ ആൾക്കാർക്ക് ഒന്നും സമയമില്ലാത്തപ്പോഴത്തേക്ക് ആൾക്കാർ മൊബൈലിൽ ലിസ്റ്റ് കാണുന്നു, അതങ്ങ് പോകുന്നു. ഈ മൂല്യശോഷണവും, പടങ്ങളിലുള്ള മൂല്യശോഷണവും, ടൈപ്പ് സിനിമകൾ ഇറങ്ങുന്നതുകൊണ്ടുള്ള ഒരു വിഷയവും ഒക്കെ കൊണ്ട് ആൾക്കാർ തിയേറ്ററിൽ അകന്നു പോയതാണ്. പക്ഷെ ഈ OTT-യിലുള്ളൊരു ദോഷമുണ്ട്, ഗുണമുണ്ട്. ദോഷം എന്ന് പറയുന്നത്, ആൾക്കാർ ഇപ്പം തിയേറ്ററിൽ പടം ഇറങ്ങി അത് തിയേറ്ററിൽ തീരുന്ന മുമ്പ് തന്നെ OTT-ൽ വരും. OTT-ൽ വരുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കാം ഇനി ഇത്ര പൈസ മുടക്കി നമ്മൾ കാണണ്ടല്ലോ, നമ്മൾ കുടുംബസമേതം വീട്ടിൽ ഇരുന്ന് കാണാമെന്നുള്ള ഒരു ചാൻസ് OTT ഉണ്ട്. ഗുണം ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞ് വരുന്ന സമയത്ത് സിനിമ നിർമ്മാതാക്കൾക്ക് ഗുണം ഉണ്ടായിരുന്നു. അത് ഈ OTT-യിൽ നല്ലൊരു നമ്മൾ ഈ സിനിമ നിർമ്മിക്കുന്ന ഏകദേശം അടുപ്പിച്ചുള്ള 90% പൈസ OTT നമുക്ക് കവർ ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല. അവരും നല്ല സിനിമകൾ മാത്രമേ OTT-കാർ എടുക്കുന്നുള്ളൂ. തിയേറ്ററിൽ ഓടിയ പടങ്ങൾ മാത്രമേ OTT-കാർ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പം വെറുതെ പടങ്ങൾ എടുത്തിട്ട് കാര്യമില്ല, കലാമൂല്യമുള്ള പടങ്ങൾ എടുത്താലേ തിയേറ്ററിലും ഓടത്തുള്ളൂ, OTT-യിലും കിട്ടത്തുള്ളൂ, പൈസ റിട്ടേൺ കിട്ടത്തുള്ളൂ എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് മെനക്കെട്ട് ഇപ്പം അതിനുള്ള സ്റ്റഡി ചെയ്ത് ഇപ്പോൾ അങ്ങനെ ഇപ്പം പുതുതായിട്ട് ഇറങ്ങുന്ന പടങ്ങളെല്ലാം കലാമൂല്യമുള്ള തിയേറ്ററിൽ ഓടുന്ന OTT-ക്കായിട്ട് ആവശ്യമുള്ള പടങ്ങൾ തന്നെയാണ് ഇപ്പം ഇറങ്ങുന്നതിൽ കൂടുതൽ. സാറിനിപ്പോ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്ത ഒരു സംവിധായകൻ ആരാണ്? ഇൻസ്പയർ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ യഥാർത്ഥത്തില് ഭരതൻ സാറ് എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എൻ്റെ ഒരു റോൾ മോഡലായിരുന്നു. പിന്നീട് എനിക്ക് ഷാജി കൈലാസ്. അപ്പൊ ആ ഒരു സ്റ്റൈല് എനിക്ക് പിന്നീട് ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു. ഷാജി കൈലാസിന്റെ പടങ്ങൾ മുഴുവനും കാണുകയും ഒക്കെ ചെയ്തു. എങ്കിലും എനിക്ക് രാജസേന സാറിന്റെ എൻ്റെ ഒരു മാനസ ഗുരുവാണ് രാജസേന സാർ. ഇതാണ് സംവിധായകരുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ ഗുരുക്കന്മാർ, മാനസ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. സാർ ഈ സിനിമാ രംഗത്ത് ആരെങ്കിലും കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മുടെ ദീപൻ സാറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു പടം പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ പൂർണ്ണമാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുകയും ഞാൻ അവിടെ പകുതിയിൽ വെച്ച് പകുതിയിൽ വെച്ച് ഒഴിവായി പോവുകയും ചെയ്തു. പിന്നെ ജോലി കിട്ടി. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അന്ന് അങ്ങനെയായിരുന്നു. നമ്മുടെ വീട്ടിലെ പശ്ചാത്തലം, അവര് അച്ഛനമ്മയും സിനിമയിലേക്ക് പോകുന്നതിനോടൊന്നും സർക്കാർ ജോലി കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അവരുടെ പ്രയോറിറ്റി സർക്കാർ ജോലിയായി മാറി എന്നുള്ളതാണ്. പിന്നെ സർക്കാർ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞ് ആ മേഖല തിരഞ്ഞെടുത്ത് അങ്ങനെ പോയി. സർക്കാർ ജോലിയോട് എനിക്ക് ആ ഒരു തൃപ്തിയില്ല. കാരണം വെച്ചാൽ എൻ്റെ മനസ്സിൽ നമ്മളൊരു സിനിമ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ നടപ്പിലും ചിന്തയിലും എല്ലാം സിനിമയെ പറ്റിയുള്ള പഠനങ്ങൾ, സിനിമ കാണുക, അതിൻ്റെ പുസ്തകങ്ങൾ വായന, അതിൻ്റെ സകല മേഖലകളെയും കുറിച്ച്, അതായത് നമ്മുടെ കളർ ഗ്രേഡിങ്, ക്യാമറ, പിന്നെ ഡയറക്ഷൻ, എഴുത്ത്, ഇതിൻ്റെ എല്ലാവിധ മേഖലകളെ കുറിച്ചുള്ള പഠനമായിരുന്നു ഈ സർക്കാർ ജോലിയോടൊപ്പം എൻ്റെ ഒരു മെയിൻ ഒരു ഹോബി എന്നുള്ളത്. അപ്പം ഞാനൊരു സിനിമ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമും നമ്മളൊരു വെളിയിൽ നിന്നുള്ള ആൾ പോയി സിനിമ കാണുമ്പോഴത്തേക്ക് കഥ സിനിമ ഇങ്ങനെ കണ്ടു പോകുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെ ക്യാമറ എവിടെയാണ് വെച്ചത്, അത് ആ ഫ്രെയിം എങ്ങനെയാണ് അത് ചെയ്തത്, അത് കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യത ഈ ഒരു പൊസിഷൻ വെച്ചാൽ പോരായിരുന്നോ എന്നുള്ള അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ഞാൻ സിനിമ കാണുന്നത്.
അപ്പം ഞാൻ ഒരു സിനിമ തന്നെ 1, 2, 3 പ്രാവശ്യം കണ്ട് അതിനെപ്പറ്റി വിലയിരുത്തി അങ്ങനെ എൻ്റെ ഒരു പഠനം ഗ്രാജുവേറ്റ് വന്നു. അതാണ് ഇപ്പോൾ പോലീസ് ഡേ എന്നൊരു സിനിമ യാഥാർത്ഥ്യം വന്നതുകൊണ്ട് കാരണം. റിലീസ് എന്നാണ് സാർ ഈ പോലീസ് ഡേ? റിലീസ് ഞാൻ മെയ് മാസം 2-ാം തീയതിക്ക് വേണ്ടിയാണ് റിലീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 2 തന്നെ ഇറങ്ങും. കാരണം ഞാൻ 26-ാം തീയതിയാണ് റിലീസായി വെച്ചിരുന്നത്. അപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് 26-ാം തീയതി മാറ്റി അടുത്ത മെയ് 2 വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ നിന്ന് അവൈലബിൾ ആവുകയാണെങ്കിൽ മെയ് 2 റിലീസാകും. നമുക്ക് നമ്മുടെ സാറിന്റെ കുടുംബത്തെ പരിചയപ്പെടാം. ഇത് വൈഫ് പേര് സുമി എന്നാണ്. ഗവൺമെന്റ് സ്കൂളിൽ തെങ്ങോട് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്, അറബിക് ടീച്ചറാണ്. അറബിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ജോലി കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് അറബിക്കാണെന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പിന്നെ മുസ്ലിംസ് അല്ലാത്തവർക്ക് സംവരണം ഉണ്ടല്ലോ. അപ്പൊ അവര് അറബി പഠിച്ചൊരു കുറവായിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഞാൻ മൂന്നാർ ജോലി ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വൈഫും മോളും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എൻ്റെ ക്വാർട്ടേഴ്സിൽ അവിടെ എല്ലാവർക്കും ജോലിയുണ്ട്. നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒറ്റയ്ക്കാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം എന്തായാലും മൂന്നാറ് ഒറ്റപ്പെട്ട സ്ഥലം കൂടെയാണ്. അങ്ങനെ ഞാൻ അവളെ പറഞ്ഞ് പ്രചോദനം കൊടുത്ത് പഠിപ്പിച്ച് ജോലി കഴിച്ചു. അപ്പം അതിനുശേഷം പിന്നെ അവള് അറബിക്കിൻ്റെ തന്നെ ഡിഗ്രി കഴിഞ്ഞു. പി ജി പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കവിത എഴുതും, പാട്ട് പാടും, ഇതെല്ലാം സാറിന്റെ സംസാരത്തിലൂടെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ സാറിന്റെ ഇപ്പോൾ സിനിമയുടെ ആയാലും എങ്ങനെയാണ് മാം കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സാറിനെ? ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. മാമിന് ഇഷ്ടപ്പെട്ട കവിത ഏതാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയ? എഴുതിയതാണ് ഉദ്ദേശിച്ചത്? എഴുതിയതും അല്ലാത്തതും? ഇത് ഞാൻ സീത എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടി എഴുതിയൊരു കവിതയാണ് സീത. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്? റീസെന്റ് ആയിട്ട് എഴുതിയത്. പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ മാം? സീത ഒരു ഞങ്ങളുടെ ഒരു സംഘടനയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവരത് ബുക്കാക്കാനുള്ള ശ്രമത്തിലാണ്. അതാണ് ശ്രമത്തിലാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരി? സുഗതകുമാരി ടീച്ചറുടെ എല്ലാം ഇഷ്ടമാണ്. ഒരുവിധം എല്ലാം. രണ്ടുപേരും മൂളാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് വേണ്ടി മാം എഴുതിയ സീത എന്ന് പറയുന്ന കവിതയിലെ രണ്ടുപേരും നമുക്ക് വേണ്ടി മാം ഇപ്പോൾ ആലപിക്കും. പറയാം രണ്ടുപേരും കേട്ടോ. അല്ലാതെ എനിക്ക് പാടാനായിട്ട് അറിയത്തില്ല. അമാനുഷികമാം ജന്മമെടുത്തവൾ സീത, ജീവിതമാം കർത്തവ്യങ്ങൾ യജ്ഞമായി കൈക്കൊണ്ടതും മൈഥിലിയാം സീത. വാൽമീകിതൻ രാമായണത്തിലെ സ്ത്രീയാം ഭൂദേവിയും സീത. വളരെ നന്നായിട്ടുണ്ട്. മക്കളെ കുറിച്ച് പറയുന്നത് സാർ? എൻ്റെ മൂത്ത മോള് ധ്രുവ നക്ഷത്ര. അവൾ +1 പഠിക്കുന്നു. ആലപ്പുഴ ആൽഫ ജീനിയസ് എന്നൊരു കോളേജിൽ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ്ങും ഇതും കൂടെ ഉള്ളതായിട്ട് പഠിക്കുന്നത്. അവള് എൻ്റെ ഈ സിനിമയിലൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒരു വക്കീലിൻ്റെ ഗുമസ്തയായിട്ട്. എനിക്ക് യഥാർത്ഥത്തിൽ വൈഫിനെ പോലെ തന്നെ ഏറ്റവും ഭയങ്കര സപ്പോർട്ട് അവളാണ് എല്ലാ കാര്യത്തിനും. ഞാനൊരു കഥ ആദ്യമേ എൻ്റെ മനസ്സിൽ ഉടലെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ അടുത്ത് രണ്ടുപേരുമാണ് അത് പറയുന്നത്. കാരണം ഇവര് മോളും വൈഫും എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിനിമ കണ്ടതിൻ്റെതായ ഒരു വിമർശനവും നല്ല ഇത് പറയാൻ മിടുക്കനാണ്. അപ്പം അതിൽ എന്ത് വേണ്ട അത് മാറ്റി എഴുതണം എന്നുള്ളൊരു ഇത് ആദ്യമേ വരുന്നത് അവരിൽ നിന്നാണ്. മോളും അതിന് അവള് ഭയങ്കര ഒരു സിനിമാ പ്രേമിയാണ്. ഇഷ്ടംപോലെ വെളിയിലുള്ള ഭാഷയിലുള്ള കൊറിയൻ, ജപ്പാൻ, അങ്ങനെ എല്ലാ ഭാഷയിലെയും സിനിമകൾ അവള് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്തു. ധ്രുവ നക്ഷത്ര ഒരു വെറൈറ്റി പേരാണ്.
അത് ആ പേര് എന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജനിച്ച 2007 ജനിച്ചതിൻ്റെ അന്നാണ് ആ ഐക്യരാഷ്ട്ര സംഘടന ആ ഒരു വർഷത്തെ ധ്രുവ വർഷമായിട്ട് ഡിക്ലെയർ ചെയ്തത്. അങ്ങനെയാണ് ധ്രുവ നക്ഷത്ര എന്നൊരു പേര് കിട്ടുന്നത്. പിന്നെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് ഈ സിനിമയിൽ ടിനി ടോമിന്റെ മകനായിട്ട് അവൻ ഒരു ഡാൻസൊക്കെ നടന്ന് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഡാൻസ് കളിക്കുകയും ചെയ്യും, ബ്രേക്ക് ഡാൻസ്. ടിനി ടോമിനോടൊപ്പം അത് കളിച്ച് നല്ലൊരു വേഷമാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ അടുത്തൊരു പടത്തിൽ ഇവരൊരു നായകനാക്കി ഒരു കൊച്ച് നല്ലൊരു റോൾ കൊടുത്ത് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്ന പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്യാമറ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആദ്യമായിട്ട് സിനിമയ്ക്ക് വേറൊരാളുടെ വേറെ പയ്യനെ ഇതേപോലത്തെ ഒരു മോനായിട്ട് അഭിനയിക്കാൻ മറ്റു പയ്യൻ ഉണ്ടായില്ലപ്പോൾ വേറൊരാളെ ഞാൻ കാസ്റ്റ് ചെയ്തതുമില്ല. അപ്പോൾ ഇവൻ ചെയ്യാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഡയലോഗുകളൊക്കെ പഠിച്ച് ഇവിടെ നിന്ന് അഭിനയിച്ച് കാണിച്ചു. ഷൂട്ടിങ്ങിന് പോണതിൻ്റെ ഒരു തലേ ദിവസം വൈകിട്ട് പറയണം, അച്ഛൻ ഞാൻ വരില്ല, എനിക്ക് വേറൊരാളെ എടുക്കണമെന്ന് പറയും. ഞാനായ ടെൻഷനായിപ്പോയി. കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം, ഇവ ഒരു വിധത്തിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നീ വേണ്ട അഭിനയിക്കണ്ട, ഇന്നലെ ഷൂട്ടിങ് കാണാൻ പോവാന്ന് പറഞ്ഞ അവിടെ ഞാൻ വിളിച്ച് കൊണ്ടുപോയി അവിടെ ചെന്ന് നമ്മൾ പാട്ട് ഇടുന്നത് ആ നിമിഷം വരെ അവൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നു. അപ്പൊ ഞാനിപ്പോ ആരെന്ന് പറഞ്ഞു ഈ അച്ഛൻ്റെ വില കളയാൻ വേണ്ടി തന്നെ നമുക്ക് ചോദിച്ച് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് വന്നു. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക് നമ്മൾ ഇട്ട് കൊടുത്ത് നീ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ടിനി ടോം ഇവ ആദ്യം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടിനി ടോമിന്റെ എൻട്രി. അവൻ പാട്ടിട്ട് കൊടുത്തിട്ട് ഞാൻ ക്യാമറ ആക്ഷൻ അങ്ങോട്ട് പറഞ്ഞത് ഇവ അങ്ങോട്ട് കയറി കളിയിലോട്ട് തുടങ്ങി. നല്ല രീതിയിൽ അവ എടുത്ത്. പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു, വലിയ റിഹേഴ്സലത്തിനെക്കാട്ടി നല്ല രീതിയിൽ അവൻ സമയത്തെടുത്ത്. ഞാൻ വിചാരിച്ച് എന്നെ പറ്റിക്കാൻ വേണ്ടി എനിക്ക് വരൂല പറഞ്ഞു എന്നുള്ളൊരു ഇതാണ്. അവന്റെ റോള് നല്ല രീതിയിൽ തന്നെ അവൻ ചെയ്തു. പിന്നീട് നമ്മൾ ഓരോ കേസ് പറയുമ്പോഴത്തേക്ക് അത് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവന് നല്ല റോള് കൊടുത്ത് അവൻ എടുക്കുമെന്ന് എനിക്കൊരു ഉറപ്പായി. പിന്നെ അടുത്തൊരു പടത്തിൽ അവന് നല്ലൊരു റോള് ചെയ്ത് വെക്കുന്നുണ്ട്. ധൃതസൂര്യ, അതും ഒരു വെറൈറ്റി പേരാണ്, ധൃതസൂര്യ. അച്ഛന്റെ സിനിമ എങ്ങനെയുണ്ട്? അഭിനയം ഇഷ്ടപ്പെട്ടു? ആരോടെ അഭിനയിച്ചേ? ഞങ്ങളെങ്ങനെയുണ്ട്? ഓ, നമുക്ക് ഇത്രയും നേരം സാറിന്റെ ടൈമും സ്പെൻഡ് ചെയ്തതിനും ഇത്രയും നേരം നമുക്ക് ഓരോ കാര്യങ്ങളും സാറിന്റെ പുതിയ സിനിമയുടെ കാര്യങ്ങളും മാമിന്റെ കവിതയും എല്ലാം പാടിത്തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. സാറിന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി എല്ലാ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം.